മറ്റ് യുവതികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് തടസ്സം നിൽക്കുന്നുവെന്ന് പറഞ്ഞായിരുന്നു പിന്മാറ്റമെന്നും ടോക്സിക് എന്ന് വിശേഷിപ്പിച്ച് വേടൻ ബന്ധത്തിൽ നിന്ന് പിന്മാറി. വേടനുമായുള്ള തന്റെ ബന്ധം റാപ്പറായ ഡബ്സി അടക്കമുള്ളവർക്ക് അറിയാമെന്നും അതിജീവിത മൊഴി നൽകി. നമസ്കാരം. റാപ്പർക്കെതിരെ റേപ്പ് കേസ് എന്താ ശിവശിവ കേൾക്കുന്നത്? ഇന്നത്തെ ന്യൂസ് അതൊക്കെയാണ്. വേടനെതിരെ ബലാത്സംഗ കേസ്. യുവ ഡോക്ടറുടെ പരാതിയിലാണ് തൃക്കാക്കര പോലീസ് കേസെടുത്തത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതാണ് പരാതി. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. കഞ്ചാവ് കേസിൽ പിടിച്ചു, പുലിപ്പല്ലിൽ പിടിച്ചു. ഇതൊന്നും കേസുമില്ല, വഴക്കുമില്ല. പുഷ്പം പോലെ അവൻ ഇറങ്ങിപ്പോയി. അതുപോലെ ഈ കേസിലും പുള്ളിക്കാരൻ ഇറങ്ങിപ്പോകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഇത് 2 വർഷം 2021 മുതൽ 2023 വരെ ഈ പല ചാനലിലും ബലാത്സംഗം ചെയ്തെന്ന് പറഞ്ഞു. അതെനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ ആദ്യം ഇത് കോഴിക്കോട് പഠിക്കുന്ന സമയത്ത് പോസ്റ്റ് ഗ്രാജുവേഷന് കോഴിക്കോട് പോയതായിട്ടാണ് കണക്ക്. കോട്ടയത്തുള്ളതാണ് യുവതി. പോയ സമയത്ത് ഇൻസ്റ്റയിലൂടെ പരിചയപ്പെട്ടു. 2003 വേടനെ എല്ലാവരും ഒന്നും അറിഞ്ഞു തുടങ്ങിയിട്ടില്ല. എന്നാലും സോഷ്യൽ മീഡിയയിൽ കൈകാര്യം ചെയ്യുന്ന പലർക്കും വേടനെ അറിയായിരുന്നു. വേടന്റെ കുറെ പാട്ടിന്റെ സ്റ്റൈലും ഒരു പ്രാചീന ഒരു ഫോക്ക് സ്റ്റൈല് കീപ്പ് ചെയ്ത് വന്ന വേടന്റെ ആ ഒരു കഴിവ് നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ വേടന് ഏത് രീതിയിലൊക്കെയാണ് പിന്നെ ഇങ്ങോട്ടുള്ള നീക്കങ്ങൾ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു പല കാര്യങ്ങളിലും. നവമി, എന്താണ് ഈ പരാതിയുടെ മറ്റ് വിശദാംശങ്ങൾ? ആര്യ, ഇന്നലെയാണ് തൃക്കാക്കര പോലീസിൽ യുവ ഡോക്ടർ വേടനെതിരെ പരാതി നൽകിയത്. ഈ പരാതിയിൽ പറയുന്നത് 2020, 2021 കാലഘട്ടങ്ങളിൽ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഈ യുവ ഡോക്ടർ ഇവര് പല കാര്യങ്ങൾ സാമ്പത്തികമായി ഉള്ള ഇടപാടിനെ കുറിച്ച് പറയുന്നുണ്ട്. സാമ്പത്തികം കൊടുത്തതിന്റെ ഡിജിറ്റൽ തെളിവുകൾ പറയുന്നുണ്ട്. അതുപോലെ ഏതാണ്ട് 8000 രൂപ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് കൊടുത്തായിട്ട് പറയുന്നുണ്ട്. ട്രെയിൻ ടിക്കറ്റ് എടുത്ത് കൊടുത്തത് ഡിജിറ്റലാണെങ്കിൽ അത് തെളിവുണ്ട്. പിന്നെ 30,000 രൂപയോ മറ്റോ സാമ്പത്തികം എന്ന് പറയുമ്പോൾ അത്രേ ഉള്ളൂ. ഇപ്പൊ വേടനെ സംബന്ധിച്ചിട്ടൊക്കെ ഒരു വലിയ നിസ്സാരമായ കാര്യമായിരിക്കാം. അന്ന് വേടനത് വലുതായിരുന്നു. വേടനെ സാമ്പത്തികമായി സഹായിച്ച് മനസ്സും ഹൃദയവും സമ്പത്തും കൊടുത്ത് സഹായിച്ചിരുന്ന ഒരു യുവ ഡോക്ടറാണ്. സത്യത്തില് എന്താ പറയുന്നത്, ഈ ഡോക്ടർ എന്നൊക്കെ പറയുമ്പോ ഒരു അത്രയും മെച്ചൂർഡായ ഒരു കുട്ടിയല്ലേ. ഇവർക്കൊക്കെ വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ പീഡനത്തിന് ഇദ്ദേഹത്തിന് ഇരയായി ഇങ്ങനെ പോയതിന്റെ ഇത്രയും നാള് പോയതിന്റെ അതാ മനസ്സിലാകാത്തത്. എല്ലാരും ഒരു സൈഡ് പറയും പീഡിപ്പിച്ചു എന്നുള്ളത്. ഇപ്പൊ ആദ്യം വേടൻ ഇതിന്റെ കാര്യം ഡിസ്കസ് ചെയ്യണമെന്നും പറഞ്ഞ് നേരിട്ട് ചെല്ലുന്ന സമയത്ത് വേടൻ കൺസെന്റ് ഇല്ലാതെ, അതായത് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം വേടൻ കൊടുത്ത വാഗ്ദാനം കല്യാണം കഴിച്ചുകൊള്ളാം എന്നുള്ള വാഗ്ദാനത്തിൽ ആ കുട്ടി വീണു എന്നാണ് കരുതുന്നത്. എന്തായാലും ആര് പെട്ടെന്ന് ഇത് വിളിച്ചു പറയുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ ഈ പീഡനം നടന്നു, അതിന്റെ പേരിൽ ഈ കുട്ടിക്ക് ശാരീരികമായി രക്തസ്രാവം ഉണ്ടായി, അങ്ങനെ ശാരീരികമായി പ്രശ്നങ്ങളുണ്ടായി, പിന്നെ ഒരു ട്രോമയിലായിരുന്നു എന്ന് വേണം കരുതാൻ. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ വേടൻ പല പ്രാവശ്യം ഈ കുട്ടിയെ എടുത്ത് ചെല്ലുകയും ഈ ഭയങ്കര പൊസസീവ് ആണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഈ ഒഴിവാക്കുന്ന രീതികളുണ്ട്. അവിടെ മുതൽ പ്രശ്നങ്ങൾ തുടങ്ങി. പിന്നെ വേടൻ പറയുന്ന വേടനെ കുറിച്ച് പറയുന്ന മറ്റൊരു പ്രധാന കാര്യം നമ്മൾ തള്ളിക്കളയാൻ പറ്റത്തില്ല. മറ്റ് സ്ത്രീകളുമായുള്ള ലൈംഗിക ബന്ധത്തിന് ഈ കുട്ടി എതിര് നിൽക്കുന്നു. അപ്പം ഈ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നായകനായി വന്നവനെ ഇതൊക്കെ പീഡനമാണോ എന്റെ തൊഴിൽ എന്ന് ചോദിക്കേണ്ടി വരും. വേടനെ പരിചയപ്പെടുന്നത് ആ സമയം മുതൽ തന്നെ വേടൻ ആദ്യം കോഴിക്കോടും പിന്നീട് കൊച്ചിയിലും തൃക്കാക്കര സ്റ്റേഷന്റെ പരിധിയിലുമായി പലയിടങ്ങളിൽ ഫ്ളാറ്റിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. പിന്നീട് ആദ്യത്തെ ബലാത്സംഗം പിന്നെ പീഡനം അല്ലേ, അങ്ങനല്ലേ വരേണ്ടത്. പക്ഷെ ഈ 3 വർഷം ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നത് അതൊരു
എന്ത് ചാനലുകളെല്ലാം അങ്ങനെയാ പറയുന്നത്. അത് നേരത്തെ നമ്മൾ പല കേസുകളിൽ ഇത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ശരി, IPC അങ്ങനെ ഒരു വകുപ്പിലൊക്കെയാണ് കേസെടുത്തിരിക്കുന്നത്. അത് കാര്യം ഇത് ഈ ഇപ്പോഴത്തെ പുതിയ ഭാരത സംഹിത ഒന്നും നിലവിൽ വരുന്നതിന് മുമ്പേ ഉള്ള കേസ് ആയതുകൊണ്ടാണ് ആ പ്രകാരം കേസ് എടുത്തിട്ടുള്ളതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് കോടതിയിലൊക്കെ പോകുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ഏതാണ്ട് സ്വഭാവം കണ്ടിട്ട് പഴയ ഒരു പീഡന പരാതി അത് എത്രത്തോളം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത് സാമ്പത്തികം തിരിച്ചു കൊടുക്കാവുന്ന കാര്യമുള്ളൂ. വേണ്ടനെ സംബന്ധിച്ചിട്ട് ഇപ്പൊ ലണ്ടനിലും കണ്ട് പ്രോഗ്രാമിലാണെന്ന് തോന്നുന്നു, കഴിഞ്ഞു വന്നു അങ്ങനെ കണ്ടിരിക്കുകയാണ്. എന്നാലും ശരി, രാവിലെ മുതൽ വേടന്റെ വീടിന്ന് കാണാൻ പറ്റി. വീട്ടില് രാവിലെ ലൈവുമായിട്ട് സെറ്റപ്പ് എല്ലാവരും പോയിട്ടുണ്ട്. പക്ഷെ വേടനും ആരും അവിടെ ഇല്ല. ഈ താഴ്ന്ന രീതിയിൽ വളർന്നു വന്നവന്റെ ഒരു ഉയർച്ച ആ വീട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. സത്യത്തിൽ അതൊരു നല്ല കാര്യം തന്നെ. വേടന്റെ അത്രയും വലിയൊരു വീടുണ്ട്, നല്ലൊരു സെറ്റപ്പാണ് എന്ന് ജനത്തിന് മനസ്സിലാക്കാനും കൂടി ഈ ഒരു അവസരം പറ്റി. കഴിഞ്ഞതിന് ശേഷം വേടൻ വിവാഹ വാഗ്ദാനം നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് 2023 ആയപ്പോഴേക്കും തന്റെ സ്വഭാവത്തിൽ ചില മോശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വേടനെ വളരെ രീതിയിൽ പോസസീവ് ആണെന്നൊക്കെ ആരോപിച്ചുകൊണ്ട് തന്നെ ഒഴിവാക്കുകയായിരുന്നു എന്ന് കൂടിയാണ് ഈ പരാതിയിൽ പറയുന്നത്. 2023 വരെ വേടൻ പലയിടങ്ങളിൽ, പ്രത്യേകിച്ച് കോഴിക്കോടും എറണാകുളത്തും ഫ്ളാറ്റുകളിലും തൃക്കാക്കര പോലീസാണ് ഈ വേടനെതിരെ ഇപ്പൊ മൊഴിയെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ വേടനെ വിളിപ്പിക്കുക പോലും ചെയ്തിട്ടില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞ വിവരം. ഇതിനകത്തിലൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. ഈ അടുത്ത സമയത്ത് രാഷ്ട്രീയപരമായി ഉള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് വേടനെ സത്യം പറഞ്ഞാല് വേടന്റെ ഒരു സൃഷ്ടികൾക്ക് ഉള്ള ഒരു ആ ഉയർച്ച, ഒരു ഹൈപ്പ് ഉണ്ടായത് അടുത്ത സമയത്താണ്. പക്ഷെ സർക്കാർ കൊടുത്ത കുറെ പിന്തുണയും കൂടെ ആയപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ ഇതില് പാഠ്യപദ്ധതിയിലൊക്കെ വേടന്റെ വിഷയങ്ങൾ ഉൾപ്പെടുത്തുക, അതിനെതിരെ ഉള്ള ഒരു കാര്യങ്ങള്, പിന്നെ അത് വേണ്ടാന്ന് വെക്കുന്നു. എന്തിന്? ഈ കഴിഞ്ഞ ദിവസം നല്ല പ്രശസ്തമായ ഒരു അവാർഡ്, JC ഡാനിയൽ മെമ്മോറിയൽ അവാർഡ്, അതായത് മികച്ച ഗായകനുള്ള അവാർഡ്, വേടന്റെ സംബന്ധിച്ച് ഒരു ഫോക്ക് ഗായകൻ. ഇപ്പൊ കലാഭവൻ മണിയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു നാടൻ പാട്ട് കലാകാരനായിരുന്നു. അദ്ദേഹത്തിന് കിട്ടുന്ന എന്തെങ്കിലും ഒരു അംഗീകാരം അദ്ദേഹത്തിന് അർഹമായ രീതിയിൽ കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അദ്ദേഹം അഭിനയ രംഗത്ത് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ കലാസൃഷ്ടിക്കുള്ള അവാർഡ് അദ്ദേഹത്തിന് അർഹമായ രീതിയിൽ കിട്ടിയിട്ടില്ല. പക്ഷെ വേടനെ സംബന്ധിച്ചിട്ട് വെറും 3 മാസമോ 6 മാസമോ കൊണ്ട് പോപ്പുലറായ, അല്ലെങ്കിൽ യുവാക്കളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ മനസ്സിൽ മാത്രം ഉണ്ടായിരുന്ന വേടൻ ഒരു പൂക്കുറ്റിമാതിരി കയറി വരുമായിരുന്നു പെട്ടെന്ന്. ആ വേടന് അപ്പോഴത്തേക്ക് 2 രാഷ്ട്രീയ ചേരികളായി, 2 മതത്തിന്റെ പേരുള്ള ഒരു കാര്യം ഇപ്പൊ പറയുമ്പോഴും, വേടനെ കുറിച്ച് പറയുമ്പോഴും ആ ഒരു രീതിയിലേക്ക് കുറച്ചു പേര് ചിത്രീകരിക്കും. ഇതിനകത്തിൽ ന്യായം എവിടെ, അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ വസ്തുത എന്ത് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം ആ ഒരു രീതിയിലുള്ള ഒരു കീറിമുറിക്കൽ ഇവിടെ നടക്കപ്പെടും. അതാണ് ഇവിടുത്തെ ഈ നാടിന്റെ ഒരു കുഴപ്പം. സത്യത്തില് കേസിന്റെ സംബന്ധിച്ചിട്ട് പോലീസ് ഓഫീസർ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. യുവതിയുടെ പരാതിയിലുണ്ട്. 2023 മാർച്ചിൽ തന്നെ ടോക്സിക് എന്ന് വിശേഷിപ്പിച്ച് വേടൻ ബന്ധത്തിൽ നിന്ന് പിന്മാറി. പൊസസീവ് ടോക്സിക് ആണെന്ന് പറഞ്ഞു. മറ്റ് യുവതികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് തടസ്സം നിൽക്കുന്നുവെന്ന് പറഞ്ഞായിരുന്നു പിന്മാറ്റമെന്നും. പിന്മാറ്റത്തിന്റെ കാരണം വെറും നിസ്സാരം, മറ്റ് പെൺകുട്ടികളുമായിട്ട് ലൈംഗിക ബന്ധത്തിന് പോകുന്നു എന്ന് പറഞ്ഞ് ഒരു തെറ്റാണ്. യുവതിയുടെ പരാതിയിലുണ്ട്. വേടനുമായുള്ള തന്റെ ബന്ധം റാപ്പറായ ഡബ്സി അടക്കമുള്ളവർക്ക് അറിയാമെന്നും അതിജീവിത മൊഴി നൽകി. ഈ പരാതിക്കകത്ത് പറയുന്ന ഒരു കേസിന്റെ ഈ ഒരു സ്വഭാവം വെച്ചിട്ട് വലിയൊരു കേസായിട്ട് വരുമോ എന്നൊക്കെ ഉള്ള സംശയമുണ്ട്. കാര്യം ഇതിനകത്തിൽ എവിടെ കേസിനെ സംബന്ധിച്ച് വരുമ്പോൾ അതിന്റെ തെളിവുകളാണ് വേണ്ടത്. തെളിവുകൾ എന്ന് പറയുമ്പം ഈ പെൺകുട്ടി നൽകിയ കുറെ പേരുടെ പേരുകളുണ്ട്, ഇവർക്കൊക്കെ അറിയാം എന്നുള്ളത്. അവരുടെ മൊഴിയും കൂടെ അടിസ്ഥാനത്തിലാണ് ഈ കേസിന്റെ ഈ മുന്നോട്ടുള്ള പോക്കെന്ന് പറഞ്ഞാൽ എങ്ങനെ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ.
പിന്നെ നമുക്കറിയാം കോടതി വന്ന പല കേസുകളും ഇതിനപ്പുറം കടന്നവനാണ് നമുക്കറിയാം പല കേസുകളിലും മൊഴിമാറ്റം നടത്തി എത്രയോ പേര് എത്രയോ കേസുകൾ നമ്മളൊക്കെ കേരളം മുഴുവൻ ആകാംക്ഷയോടെ നോക്കിയിരുന്ന പല കേസുകൾ ഇപ്പം മാറുന്നു. എനിക്കറിയാം പല കേസുകളും. അതുപോലെ ഇതിനകത്തിലും സംഭവിക്കില്ലേ എന്നൊക്കെ നമുക്ക് ഭാവി കേസ് വരുവാണെങ്കിൽ പോലും തോന്നിപ്പോകും. ഇത് എത്രത്തോളം കേസ് വരും, ഏത് രീതിയിലാണ് ഇത് പോലീസ് എടുക്കുന്നത്, ഇനി അതിനും സമ്മർദ്ദങ്ങൾ രാഷ്ട്രീയക്കാരുടെ ഉണ്ടോ എന്നൊക്കെ ഉള്ളൊരു സന്ദേഹം ഇല്ലാതില്ല. 376 IPC പ്രകാരമുള്ള കേസാണ് രജിസ്റ്റർ ചെയ്തത്. അതിനകത്ത് അന്വേഷണം പ്രാഥമിക സ്ഥിതിയിലാണ്. സോ ഇതിൻ്റെ എല്ലാ രീതിയിലുള്ള നിയമ നടപടികൾ നമ്മൾ എടുത്തിട്ട് ബാക്കി അനന്തര നടപടികൾ ചെയ്യും. വേടൻ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം എടുക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പൊ ശരിക്കും ഈ 2 വർഷം കഴിഞ്ഞ് ആ പെൺകുട്ടി ഒരു ട്രോമ സ്റ്റേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ആയിരുന്നു എന്ന് പറയുന്നു. ഇപ്പൊ ഇതിന് ഇങ്ങനെ വരുന്നതിന് കാരണം ഇപ്പോഴത്തെ വേടന്റെ ഉയർച്ച. വേടൻ ഇപ്പം കഴിഞ്ഞു ഈ ലണ്ടനിലൊക്കെ വെച്ചാൽ വേടന്റെ എന്തുവാ ചില രാഷ്ട്രീയക്കാര് പറഞ്ഞ യുവത്വത്തെ ആകർഷിക്കുന്ന വേടൻ സത്യമാണ്. പക്ഷെ ഇതിന് എത്രത്തോളം അതിന്റെ പോസിറ്റീവ് സൈഡ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. ഇവര് ഈ സമൂഹത്തിന് എന്ത് മെസ്സേജാണ് ഈ വേടൻ കൊടുക്കുന്നത് എന്നൊന്നും ആരും പറയുന്നില്ല. വേടന് ശരിയാണ്, മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒരു മെഗാ ഷോ വെച്ചാൽ വരാത്ത ആള് വരുന്നു, അത് സത്യമോ? ഇത് എന്തെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. വേടന്റെ ആ ഒരു എന്തോ റാപ്പർ സ്റ്റൈലായിരിക്കാം. അതിപ്പം കേരള സമൂഹം അത് കുറെ ഉൾക്കൊണ്ടു. വേടനങ്ങ് ആരാധകർ മൂത്ത് അവന്റെ പടമൊക്കെ വരച്ചുകൊണ്ട് കൊടുക്കുന്നു. അയ്യങ്കാളി ദിനത്തില് അവിടുത്തെ വാർഷികത്തിൽ പോയി തൊപ്പി വെക്കാൻ പോയപ്പോ തൊപ്പി വെക്കരുത്, തൊപ്പി വേണ്ട എന്ന് പറയുന്നു. അപ്പൊ കുറെ കാര്യങ്ങള് പുറമേ കാണിക്കുന്ന വേടൻ. അതുപോലെ പിന്നെ ഈ ആദിവാസി സമൂഹമൊക്കെ മുൻനിരയിലേക്ക് വരണം, ആദിവാസി സമൂഹത്തെ ഉദ്ധരിക്കുന്നു, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഇന്ന് ആദിവാസി സമൂഹത്തിലെ എന്തിന് ആദിവാസി വയനാട്ടിൽ നിന്ന് അട്ടപ്പാടിയിൽ നിന്നുള്ള ഡോക്ടേഴ്സ് വരെ ഇന്ന് നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട്. അതുപോലെ IAS തലപ്പത്ത് ഇതിൽ വന്നിട്ടുണ്ട്. ഈ രീതിയിലൊക്കെ ആദിവാസി ആടുന്ന സമൂഹത്തിൽ നിന്ന് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസം ആ രീതിയിലേക്ക് മാറിയതിന്റെ തെളിവുകളാണ് അതൊക്കെ. പക്ഷെ അതൊന്നും കാണാതെ 50 വർഷം മുമ്പേ പറഞ്ഞ കേരളത്തിലെ കാര്യത്തിന് അന്ന് നടന്നിട്ടുണ്ടായിരിക്കാം കേരളത്തിൽ. അങ്ങനെ എന്തൊക്കെ ഇപ്പോഴും നടക്കുന്നില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴും ഈ ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടും അവിടെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ നടക്കുന്ന നമുക്ക് ഛത്തീസ്ഗഡിലൊക്കെ വേറെ പ്രശ്നങ്ങൾ നടക്കുന്നു, കന്യാസ്ത്രീയുടെ പ്രശ്നം നടക്കുന്നു. ഇങ്ങനെ വിവിധ പ്രശ്നങ്ങളാൽ പോകുന്ന ഒരു രാജ്യമാണ് നമ്മുടെ. അപ്പൊ അന്ന് 50 വർഷം മുമ്പ് ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അന്ന് കൂടെ നിന്ന് പിന്നെ സവർണരെ ആരൊക്കെയെന്ന് വേണം ചിന്തിക്കുന്നില്ല. അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഈ സെന്റിമെന്റ്സ് ഒരു ട്രാക്ക് കിട്ടിയിട്ടുണ്ട്. ആ ട്രാക്ക് പിടിച്ച് പഴയ കാര്യം ഇങ്ങനെ വെറുപ്പിക്കലാക്കി മനസ്സിൽ കയറ്റുക, അതിനെതിരെ. എന്തായാലും ശരി, ഒരു കാര്യമുണ്ട്, വേടൻ ഇപ്പോഴത്തെ ഒരു വിഷയമല്ല, അടുത്ത ഒരു ഇലക്ഷനിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ വേടനെ ശരിക്കും ഉപയോഗിക്കുമായിരുന്നു. വേടന്റെ പാട്ടും വേടന്റെ ഇതുമൊക്കെ യൂസ് ചെയ്തേന്. പക്ഷെ അതിന്റെ ഇടിപോയി കേസ് വരുത്തുമെന്ന് തോന്നുന്നു. അല്ല, അതിനകത്ത് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട് എന്ന കാര്യങ്ങൾ കൂടെ കംപ്ലൈന്റിലുണ്ട്. ആ കാര്യങ്ങൾ കൂടെ നമ്മൾ നോക്കി വരണം. പുതിയ ആൽബം പുറത്തിറക്കാനടക്കം യുവതി വേടന് സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട്. സാമ്പത്തികം പലതും ചില ചാനലിൽ പറയുന്നു വലിയ സാമ്പത്തികം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു, ചിലതിൽ പറയുന്നു 30,000 ഉള്ളെന്ന് പറഞ്ഞു. ഈ സാമ്പത്തിക ഇടപാടുകളും മറ്റിടപാടുകളും തീർത്ത് വലിയൊരു എമൗണ്ടും പോകുമ്പോൾ ചിലപ്പോൾ കേസ് സെറ്റിലായി പോകും. ഈ പോകുന്ന ചാനലുകാരും പറയുന്ന നമ്മളും കേൾക്കുന്ന നമ്മളും ഒക്കെ ചിലപ്പോൾ വിഡ്ഢികളാകും. ട്രെയിൻ ടിക്കറ്റിനായി മാത്രം 8,000-ലേറെ രൂപ ചെലവാക്കിയിട്ടുണ്ടെന്നും ഇതിന്റെ തെളിവുകളും യുവതി തൃക്കാക്കര പോലീസിന് കൈമാറി. വേടൻ പിന്മാറിയതിനു ശേഷം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായെന്നും ചികിത്സ തേടിയെന്നും മറ്റുള്ളവർ എന്ത് പറയുമെന്ന് ഭയന്നാണ് പരാതി നൽകാൻ വൈകിയതെന്നും യുവതി വിശദീകരിക്കുന്നു. മറ്റുള്ളവരെന്ത് പറയും എന്ന് തോന്നലാണ് പെൺകുട്ടി പിന്മാറിയത്. ട്രോമൊക്കെ സ്റ്റേജ് ആയിരുന്നു, അവർക്ക് മാനസിക പിരിമുറുക്കം ഉണ്ടെന്ന് പറയുന്നു. ഈ കേരളത്തില് നമുക്കറിയാം യമ കമ്മിറ്റി റിപ്പോർട്ട് കേരള സർക്കാരിന് തന്നെ നമ്മുടെ ഈ പിന്നെ നികുതിപ്പണം കൊടുത്ത് നമ്മുടെ സർക്കാരിന് കൊടുക്കുന്ന നികുതിപ്പണം 1 കോടി രൂപ കൊടുത്തിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെച്ച്
ഫിലിമിലുള്ളവരെ ഉദ്ധരിക്കാൻ. എന്നിട്ട് എന്തായി? ഫിലിമിൽ പീഡിപ്പിക്കപ്പെട്ടവരോ പീഡനം ചെയ്തവരോ ഇപ്പൊ ആ കേസുകള്, ചെറുതും വലുതുമായ കേസുകള് എവിടെയൊക്കെ മൺമറഞ്ഞു പോയി. ആ സാഹചര്യത്തിലാണ് പുതിയ കേസും ഒക്കെ എന്തായി തീരുമെന്ന് കണ്ടത്. ഇതാണ് വേടന്റെ വീട്. വളരെ നല്ലൊരു ഒരു ഡബിൾ സ്റ്റോറി വീടാണ്. രാവിലെ ചാനലുകാരൊക്കെ പോയി, പക്ഷെ അവര് നിരാശരായി. ബലാത്സംഗ കേസ് നിയമപരമായി നേരിടുമെന്ന് വേടന്റെ കുടുംബം പ്രതികരിച്ചു. വേടന്റെ കുടുംബം പ്രതികരിച്ചു എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഉച്ചയ്ക്ക് വന്നൊരു ദിവസം. പക്ഷെ രാവിലെ തന്നെ നമ്മുടെ റിപ്പോർട്ടർ ചാനലിന് ഇത് ആസൂത്രണ നീക്കമാണ്, ടൈറ്റിൽ തന്നെയാണ്, നോക്കിയടിയാൽ അറിയാം. റിപ്പോർട്ടർ ചാനലിലാണ് വേടന്റെ ഒരു ഇന്റർവ്യൂ. നമുക്കറിയാം രാമനെ അറിയില്ല, രാവണനെ അറിയാം. രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയെങ്കിൽ സീതയുടെ ഒരു 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 രോമത്തെ തൊട്ടിട്ടില്ല എന്നാണ് ചരിത്രം നോക്കിയാൽ മനസ്സിലാകുന്നത്. ഏതായാലും ഇതൊക്കെ പറഞ്ഞ് ഒരു വിഭാഗത്തിനെ കയ്യിലെടുത്ത വേടൻ എന്തായാലും റാപ്പർ വേടൻ റേപ്പിന്റെ വേടനായി മാറുമോ എന്നുള്ളതിനും വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ വന്നാലേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഇതെല്ലാം പ്രാഥമികമായ ചില ന്യൂസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.